ഹ്യൂമൻ എറർ പൈലറ്റുകളുടെ ഭാഗത്തുനിന്നുണ്ടാകുന്ന എന്തെങ്കിലും പ്രശ്നങ്ങൾ കൊണ്ട് ഏതെങ്കിലും തരത്തിലുള്ള ഒരു അപകടം ഉണ്ടാകാതിരിക്കാനുള്ള ശ്രദ്ധ അവർ ചെയ്യാൻ അങ്ങനെയുള്ള ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ത്യയിലെ DGC 2024 കഴിഞ്ഞ വർഷം മെയ് മാസം തുടങ്ങി അവരൊരു പുതിയ പൈലറ്റുമാർക്ക് വേണ്ടിയിട്ടുള്ള ഒരു പുതിയ നോംസ് കൊണ്ടുവന്നു. ഒരൊറ്റ കുത്തക കമ്പനി അവർക്ക് സർക്കാർ ഉണ്ടാക്കിയ പോളിസി മാനദണ്ഡം പാലിക്കാൻ പറ്റില്ലാത്തതുകൊണ്ട് അവർ സമരം ചെയ്യുകയാണ്. അവരുടെ ഷെഡ്യൂളുകൾ റദ്ദാക്കുന്നു, അവരുടെ സർവീസുകൾ റദ്ദാക്കുന്നു, രാജ്യത്തെ മുഴുവൻ സ്തംഭിപ്പിക്കുന്നു. നമ്മളത് ആ പ്രശ്ന ലെവലിൽ നമ്മൾ ആരെങ്കിലും ബഹളം ഉണ്ടാക്കിയിട്ട് കേട്ടിട്ടുണ്ട്. നമ്മുടെ രാജ്യം അത്യധികം വൈവിധ്യമുള്ള ഒരു രാജ്യമാണ്. നമ്മുടെ ആവശ്യങ്ങൾ വളരെ വ്യത്യസ്തമാണ്. ഈ വ്യത്യസ്തമായ ആവശ്യങ്ങൾ വ്യത്യസ്ത രൂപത്തിലുള്ള മനുഷ്യരുടെ വ്യത്യസ്ത രൂപത്തിലുള്ള ആവശ്യങ്ങൾ നിറവേറ്റണമെങ്കിൽ വ്യത്യസ്തമായ സൊല്യൂഷൻസ് ഉണ്ടായേ പറ്റൂ. നമ്മൾ ഇപ്പോൾ വാർത്തകൾ നിറഞ്ഞു നിൽക്കുന്ന കാര്യമാണ് വ്യോമ ഗതാഗതവുമായി ബന്ധപ്പെട്ട വലിയ പ്രശ്നങ്ങൾ. ഇന്ത്യയിലെ ഏറ്റവും വലിയ എയർലൈൻ കമ്പനിയായ ഇൻഡിഗോ അവർ 65% ഇന്ത്യയിലെ വിമാന യാത്രയുടെ പങ്ക് അവരുടേതാണ്. ഏറ്റവും വലിയ വിമാന കമ്പനി. അപ്പോൾ അവരുടെ സർവീസുകൾ 100 കണക്കിന് അവർ റദ്ദാക്കുന്നു. 10,000 യാത്രക്കാർ ഇന്ത്യയുടെ പല ഭാഗത്തുള്ള വിമാനത്താവളങ്ങളിൽ കെട്ടിക്കിടക്കുന്നു. നമ്മളതിൻ്റെ ഫോട്ടോകളും വാർത്തകളും ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമ്മൾ നമ്മുടെ നാട്ടിലെ പൗരന്മാരെന്ന നിലയ്ക്ക് നമ്മൾ സൂക്ഷിച്ച് മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. അത് പലപ്പോഴും നമ്മൾ മാധ്യമങ്ങളിൽ കണ്ടു എന്ന് വരില്ല. നമ്മൾ കാണേണ്ട ഒരു കാര്യം, ഇപ്പോൾ സാധാരണഗതിയിൽ ലോകത്തിലെ ഏറ്റവും സുരക്ഷിതമായ യാത്രാ വാഹനം എന്നുള്ളത് വിമാനയാത്രയാണെന്നാണ് പൊതുവെ കണക്കാക്കപ്പെടുന്നത്. നമ്മൾ അതിൽ യാത്ര ചെയ്യുന്ന ആളുകളും അപകടമുണ്ടാകുന്നതിൻ്റെ കണക്കും അല്ലെങ്കിൽ ആളുകൾക്ക് മരണമുണ്ടാകുന്ന കണക്കും ഒക്കെ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലോകത്തിലെ ഏറ്റവും സുരക്ഷിതമായ യാത്രാ മോഡ് എന്ന് പറയുന്നത് വിമാനമാണെന്നുള്ളതാണ് കണക്കാക്കപ്പെടുന്നത്. വിമാനം എന്നുള്ളത് എൻജിനീയറിംഗ് വൈസ് ഏറ്റവും ബ്രില്യൻ്റ് ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റാണ്. ഇപ്പം അതിന് സാധാരണഗതിയിൽ നിന്ന് മാത്രമല്ല, അതിൽ ഓരോ ദിവസവും എന്നോണം അതിനെക്കുറിച്ച് ഗവേഷണം നടക്കുകയും അതിൻ്റെ സിസ്റ്റംസ് വീണ്ടും നിരന്തരമായി മെച്ചപ്പെടുത്തിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഒരു സമ്പ്രദായമാണ് ലോകത്തിൽ മുഴുവനുള്ളത്. അപ്പം നമ്മൾ പലപ്പോഴും വായിച്ചറിയാം, എവിടെയെങ്കിലും ഒരു വിമാന ദുരന്തം ഉണ്ടായിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് ലോകത്തിലുള്ള എല്ലാ സർക്കാരുകളും എല്ലാ വിമാന കമ്പനികളും അത് പഠിക്കും. അതുമായി ബന്ധപ്പെട്ട മുഴുവൻ വിവരങ്ങളും ശേഖരിക്കും. ഇനി അത്തരം ഒരു അപകടമുണ്ടാകാതിരിക്കാനുള്ള ശ്രദ്ധ അവർ കൊടുക്കും. എന്ന് വെച്ചാൽ വളരെ കെയർഫുള്ളായിട്ടാണ് ഈ വ്യോമ ഗതാഗതം മുമ്പോട്ട് സർക്കാരുകൾ കൊണ്ടുപോകുന്നത്, വിമാന കമ്പനികൾ കൊണ്ടുപോകുന്നത്, വിമാന നിർമ്മാതാക്കൾ കൊണ്ടുപോകുന്നത്. അപ്പോൾ അത് വളരെ കെയർഫുള്ളായിട്ട് ലോകത്തെല്ലാവരും ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെയാണ് അപകടങ്ങൾ വളരെ കുറവായിട്ടുള്ളത്. അപ്പോൾ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുള്ള ഒരു കാര്യം, ഈ അപകടങ്ങൾ ചെന്നെത്തുന്നത് മനുഷ്യരുടെ പിഴവ്, ഹ്യൂമൻ എറർ കൊണ്ടാണ് വിമാനാപകടങ്ങൾ ഉണ്ടാകുന്നത് എന്നുള്ളത് മിക്കവാറും വിമാനാപകടങ്ങളുടെ അന്തിമ അന്വേഷണ റിപ്പോർട്ടുകൾ വരുമ്പോൾ നമ്മളത് കണ്ടിട്ടുണ്ട്. ഇപ്പോൾ കോഴിക്കോട് ഉണ്ടായ വിമാനാപകടമാണെങ്കിലും മംഗലാപുരത്തുണ്ടായ വിമാനാപകടമാണെങ്കിലും ഇന്നാൾ അഹമ്മദാബാദിൽ ഉണ്ടായ അതിൻ്റെ ഫൈനൽ റിപ്പോർട്ട് വന്നിട്ടില്ല. പക്ഷേ അതിൽ സൂചനകൾ അതും ഒരു മനുഷ്യപ്പിഴവാണ് എന്നുള്ളതാണ് അപ്പോൾ നമ്മൾ ഇതുവരെ കണ്ടിടത്തോളം കാണുന്നത്. അപ്പോൾ മനുഷ്യപ്പിഴവുകൾ ഉണ്ടാകാതിരിക്കാനുള്ള ശ്രമം ലോകത്തിലെ എല്ലാ സർക്കാരുകളും ഇതുമായി ബന്ധപ്പെട്ട നിയന്ത്രണ ഏജൻസികളും വിമാന കമ്പനികളും ഒക്കെ ശ്രദ്ധിക്കാറുണ്ട്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട സ്റ്റാൻഡേർഡുകൾ അവർ പുതുക്കിക്കൊണ്ടിരിക്കും. ഏതെങ്കിലും ഒരു അപകടത്തിൽ ഏതെങ്കിലും ഒരു പൈലറ്റിൻ്റെ അപകടം പറ്റിയാൽ എന്തുകൊണ്ട് അപകടം പറ്റിയെന്നുള്ളതിനെക്കുറിച്ച് പിറകിലേക്ക് പോയി അതിനുള്ള സാധ്യതകൾ പോലും ഇല്ലാതാക്കാനുള്ള ശ്രമങ്ങൾ ലോകത്തെല്ലായിടത്തും വിമാന കമ്പനികൾ നടത്താറുണ്ട്, സർക്കാരുകൾ നടത്താറുണ്ട്. ഇപ്പം വിമാനം എന്നുള്ളത് വളരെ കർശനമായ നിയന്ത്രണ സംവിധാനത്തിന് കീഴിലാണ്. ഇന്ത്യയിലാണെങ്കിൽ DGC ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ എന്ന് പറയുന്ന ഒരു കേന്ദ്ര അതിനുവേണ്ടി പ്രത്യേകം ഒരു ഡിപ്പാർട്ട്മെൻറ്റുണ്ട്. നമ്മുടെ വ്യോമഗതാഗതത്തിനൊരു ഡിപ്പാർട്ട്മെൻറ്റ്, അതിനുവേണ്ടി ഒരു സ്വതന്ത്ര ഏജൻസി, ഒരു റെഗുലേറ്റർ, ഒരു നിയന്ത്രണ സംവിധാനം DGC എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലുണ്ട്. അപ്പം ഈ മനുഷ്യരുടെ ഹ്യൂമൻ എറർ പൈലറ്റുകളുടെ ഭാഗത്തുനിന്നുണ്ടാകുന്ന എന്തെങ്കിലും പ്രശ്നങ്ങൾ കൊണ്ട് ഏതെങ്കിലും തരത്തിലുള്ള ഒരു അപകടം ഉണ്ടാകാതിരിക്കാനുള്ള ശ്രദ്ധ അവർ ചെയ്യാൻ അങ്ങനെയുള്ള ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ത്യയിലെ DGC 2024 കഴിഞ്ഞ വർഷം മെയ് മാസം
തുടങ്ങി അവരൊരു പുതിയ പിന്നെ പൈലറ്റുമാർക്ക് വേണ്ടിയിട്ടുള്ള ഒരു പുതിയ നോംസ് കൊണ്ടുവന്ന് അവർ എത്ര മണിക്കൂർ ജോലി ചെയ്യണം, എത്ര മണിക്കൂർ അവർക്ക് വിശ്രമം വേണം, അവർക്ക് അവധികൾ അനുവദിക്കുന്നതിൻ്റെ കണക്ക് എങ്ങനെ, ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് വളരെയധികം പിന്നെ പുതിയ കാര്യങ്ങൾ കൊണ്ടുവന്നു. അതിൽ അവർക്ക് എത്ര ഫ്ലൈറ്റ് ഒരാഴ്ചയിൽ രാത്രിയിൽ എത്ര ഫ്ലൈറ്റ് ഇറക്കാം, ഇതിനൊക്കെ പുതിയ മാനദണ്ഡങ്ങൾ കൊണ്ടുവന്നു. ഈ മാനദണ്ഡങ്ങൾ പ്രകാരം പിന്നെ ഒരു പൈലറ്റിന് എടുക്കാൻ പറ്റുന്ന ജോലിയുടെ അളവ് അവർ കുറച്ചു. ഒരു ആഴ്ചയിൽ അവർക്ക് മിനിമം 48 മണിക്കൂറുടെ വിശ്രമം നിർബന്ധമാണ്. നേരത്തെ അത് 36 മണിക്കൂറായിരുന്നു, അത് 48 മണിക്കൂറായി. 48 മണിക്കൂറിൽ അവർക്ക് വീക്കിലി ഓഫ് അല്ലെങ്കിൽ അവരെടുക്കുന്ന അവധിയോ കൂടാതെ തന്നെ അവർക്ക് 48 മണിക്കൂർ വിശ്രമം നിർബന്ധമാക്കി. അവർക്ക് രാത്രിയിൽ ഇറക്കാവുന്ന ഫ്ലൈറ്റുകളുടെ എണ്ണം ഇപ്പോൾ 6 നിന്ന് 2 ചുരുക്കി. ആ സമയം തന്നെ അതിൽ 6 മണിക്കൂർ എന്നുള്ളത് 5 മണിക്കൂറാക്കി. രാത്രി സമയം, ഈ രാത്രി എന്ന് പറഞ്ഞ് പിന്നെ കണക്കാക്കുന്നത്, അതായത് പുലർച്ചെ ഉള്ള സമയം, അത് ലോകത്തിലെല്ലായിടത്തും അപകടകരമായ സമയമെന്നാണ് കണക്കാക്കുന്നത്. അപ്പോൾ ആ സമയം എന്നുള്ളത് അതിൻ്റെ ചുരുക്കി. അപ്പോൾ അങ്ങനെ സംഭവിച്ചു കഴിയുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് ചോദിച്ചാൽ, ഈ എയർലൈൻ കമ്പനികൾ കൂടുതൽ പൈലറ്റുമാരെ നിയമിക്കണം. കാരണം ഇവർ ജോലി ചെയ്യുന്ന സമയം കുറച്ചു. കാരണം അവർ കൂടുതൽ സമയം ജോലി ചെയ്താൽ, ഇവർ കൂടുതൽ പ്രാവശ്യം എയർക്രാഫ്റ്റ് ലാൻഡ് ചെയ്താൽ, ഇവർക്ക് ആവശ്യമായ വിശ്രമം കിട്ടുന്നില്ലെങ്കിൽ ഈ മനുഷ്യപ്പിഴവ് കൊണ്ടുള്ള അപകടങ്ങൾ സംഭവിക്കുമെന്നുണ്ട്. അപ്പം നമ്മൾ ശരിക്കും പറഞ്ഞാൽ അന്താരാഷ്ട്ര നിയമങ്ങളെക്കാൾ കുറച്ചുകൂടി കടുത്ത നിബന്ധനകളാണ് ഇന്ത്യ ഈ കാര്യത്തിൽ ഏർപ്പെടുത്തിയത്. അപ്പം അപകടങ്ങൾ അതുകൊണ്ട് കുറഞ്ഞേ പറ്റൂ. അപ്പം സർക്കാർ ശരിക്കും സതുദ്ദേശത്തോടുകൂടി കൊണ്ടുവന്ന ഒരു മാനദണ്ഡമാണ് ഇത്. 2024 കഴിഞ്ഞ വർഷം, 1.5 വർഷം മുമ്പ് കഴിഞ്ഞ മെയ്യിൽ പ്രഖ്യാപിച്ചതാണ്. ഇത് ജൂൺ 1 മുതൽ പ്രാബല്യത്തിൽ വരണം എന്നുള്ളതാണ് സർക്കാർ പറഞ്ഞിരുന്നത്. അപ്പം അതിനകത്തൊരു പ്രശ്നമുണ്ട്. കാരണം വളരെ പെട്ടെന്ന് പൈലറ്റുമാരെ കിട്ടാൻ, കാരണം ഇപ്പോൾ ഇൻഡിഗോയുടെ കണക്കെടുത്തിട്ടുണ്ടെങ്കിൽ ഇൻഡിഗോയ്ക്ക് അവർ പുതുതായിട്ട് 800 ചില്ലറ പൈലറ്റുമാരെ നിയമിക്കേണ്ടി വരും. ശരിക്കും കൃത്യമായിട്ട് മാനദണ്ഡങ്ങൾ പാലിച്ചാൽ 2000-ലധികം പൈലറ്റുമാരെ അവർ പുതുതായിട്ട് നിയമിക്കേണ്ടി വരും. അപ്പോൾ അതിന് സമയം വേണം, അതിന് അവർക്ക് റിസോഴ്സസ് ഉണ്ടാവണം, അവർക്ക് ഈ പൈലറ്റുമാർക്ക് ശമ്പളം കൊടുക്കണം, വിമാന കമ്പനിയുടെ വരുമാനം അത്രയും വേണം. അപ്പോൾ അതുകൊണ്ട് അവർ കഴിഞ്ഞ ജൂൺ 1 മുതൽ നടപ്പാക്കും എന്നുള്ളത് പറഞ്ഞു. അവർ പറഞ്ഞു ഞങ്ങൾക്ക് ജൂലൈ 1 ഈ വർഷം ജൂണിലേ നടപ്പാക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. ഈ വർഷം ജൂണിൽ നടപ്പാക്കിയില്ല. അത് കഴിഞ്ഞിട്ട് പറഞ്ഞു നവംബർ 1 നടപ്പാക്കണം എന്ന് പറഞ്ഞു. നവംബർ 1 ഇവർ നടപ്പാക്കണം എന്നുള്ള അവസാനത്തെ പിന്നെ ഗൈഡ് ലൈനായിട്ട് നടപ്പാക്കിയിട്ടുണ്ടാവും. പക്ഷേ നമ്മൾ കണ്ടത് എന്താണ്, നവംബർ 1 ശേഷം 1 മാസം കഴിയുമ്പം വിമാന കമ്പനി തെരുതെരെ വിമാനങ്ങൾ റദ്ദാക്കുന്നതാണ്, വിമാന സർവീസുകൾ റദ്ദാക്കുന്നതാണ് നമ്മൾ കണ്ടത്. കാരണം ചോദിക്കുമ്പോൾ ഞങ്ങൾക്ക് ആളുകളില്ല, പൈലറ്റുമാരില്ല, അതുകൊണ്ടാണ് എന്ന് പറയും. അതായത് ഇപ്പോൾ ഈ വിമാന കമ്പനിക്ക് നമ്മൾ ഇന്ത്യ സർക്കാർ ആവശ്യത്തിലധികം സമയം കൊടുത്തിരുന്നു. കഴിഞ്ഞ വർഷം മാർച്ച് ഏപ്രിലാണ് ഇത് പുറത്തു വരുന്നത്. കഴിഞ്ഞ ജൂൺ 1 ഇത്, അതായത് 2024 ജൂൺ 1 ഇത് പ്രാബല്യത്തിൽ വരേണ്ടിയിരുന്നത്. ആ സമയം നീട്ടിക്കൊടുത്തു. 1 പ്രാവശ്യം നീട്ടിക്കൊടുത്തു, 2 പ്രാവശ്യം നീട്ടിക്കൊടുത്തു, 1.5 വർഷത്തോളം നീണ്ടു. എന്നിട്ടും അത് നടപ്പാക്കിയില്ല എന്ന് മാത്രമല്ല, അവർ ചെയ്തത് എന്താണ്, അവർ ചെയ്തത് 63-65% നമ്മുടെ സിവിൽ ഏവിയേഷൻ്റെ 63-65%, എന്ന് വെച്ചിട്ടുള്ള 3/2 വിമാനങ്ങൾ ഓടിക്കുന്ന കമ്പനി പറയുകയാണ് ഞങ്ങൾ ഓടിക്കുന്നില്ല. അപ്പോഴത്തേക്കും നമ്മളെന്താ കാണുന്നത്, എന്താണ്, വിമാനത്താവളങ്ങളിലും ആളുകൾ കൂടുന്നു, മനുഷ്യർ, നമ്മൾ പിന്നെ വളരെ വിമാനയാത്ര എന്ന് പറഞ്ഞാൽ ആളുകൾ സമയം ലാഭിക്കാൻ വേണ്ടി കൂടി ചെയ്യുന്ന കാര്യമാണ്. അപ്പം നമ്മളൊരു സ്ഥലത്തേക്ക് പോകണമെന്ന് നമ്മൾ കൃത്യം കണക്കാക്കിയാണ് പോകുന്നത്. വിദേശ രാജ്യങ്ങളിലേക്ക് പോകുകയാണെങ്കിലും അവർക്ക് ഒരു കണക്റ്റിംഗ് ഫ്ലൈറ്റ് ഉണ്ടാവും. സമയം തീരെയില്ലാത്ത ആളുകൾ കൂടിയാണ് അവരൊക്കെ. പിന്നെ എപ്പോഴാണ് അടുത്ത ഫ്ലൈറ്റ് എന്നറിയാതെ നിൽക്കുന്നു. അതിൻ്റെ ഇടയിൽ കൂടി മറ്റു വിമാന കമ്പനികൾ അതിഭയങ്കരമായിട്ട് വില കൂട്ടുന്നു. ഒറ്റ കമ്പനി വിചാരിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും, ഒറ്റ കമ്പനി നിയമപരമായി നടപ്പാക്കാൻ അവർക്ക് ബാധ്യതയുള്ള ഒരു കാര്യം ഞങ്ങൾ നടപ്പാക്കേണ്ടതില്ല എന്ന് തീരുമാനിച്ചപ്പോഴത്തേക്കും ആ രംഗം ആകെ കുട്ടിച്ചോറാകുന്ന ഒരു കാര്യമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ അകത്ത് ഒരു പ്രശ്നം ഈ നാട്ടിലെ പൗരന്മാർ, ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഈ നാട്ടിലെ പൗരന്മാർ എന്ന നിലയ്ക്ക് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. നമ്മുടെ രാജ്യം അത്യധികം വൈവിധ്യമുള്ള ഒരു രാജ്യമാണ്. നമ്മുടെ ആവശ്യങ്ങൾ വളരെ വ്യത്യസ്തമാണ്. ഈ വ്യത്യസ്തമായ ആവശ്യങ്ങൾ, വ്യത്യസ്ത രൂപത്തിലുള്ള മനുഷ്യരുടെ വ്യത്യസ്ത രൂപത്തിലുള്ള ആവശ്യങ്ങൾ നിറവേറ്റണമെങ്കിൽ വ്യത്യസ്തമായ സൊല്യൂഷൻസ് ഉണ്ടായേ പറ്റൂ. പലതരം കമ്പനികൾ, ഇപ്പം നമ്മുടെ നാട്ടിലെ നമ്മുടെ ബാങ്കിങ് സമ്പ്രദായം എടുത്ത് നോക്കൂ. നമ്മുടെ നാട്ടിലെ ചെറിയ സഹകരണ സംഘം മുതൽ നമുക്ക് ഇത്രയും കാലം നമ്മുടെ നാട്ടിലുണ്ടായിരുന്ന
SBT അടക്കം, നമ്മുടെ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ട്രാവൻകൂർ അടക്കം കൊച്ചു കൊച്ചു ബാങ്കുകളുണ്ടായിരുന്നു. പിന്നെ വലിയ ബാങ്കുകൾ, SBI പോലെയുള്ള വലിയ ബാങ്കുകൾ, കാനറ ബാങ്ക് പോലെ വലിയ ബാങ്കുകളും ചെറിയ ബാങ്കുകളും സഹകരണ ബാങ്കുകളും സഹകരണ സംഘങ്ങളും നമ്മുടെ കുറിക്കമ്പനികളും ഒക്കെ കൂടെ കൂടിയിട്ടുള്ള ഒരു മിക്സാണ് നമ്മുടെ നാട്ടിലുണ്ടായിരുന്നത്. നമ്മൾ ഇതൊക്കെ കൂടി അവസാനം ആകെ 2 ബാങ്ക് മതി എന്ന് നമ്മൾ തീരുമാനിച്ചാൽ എങ്ങനെ ഉണ്ടാവും? നമ്മുടെ രാജ്യത്ത് പലതരം, നമ്മുടെ ഇപ്പോൾ സഹകരണ സംഘത്തിൽ തിരഞ്ഞെടുപ്പുണ്ട്, പഞ്ചായത്ത് തിരഞ്ഞെടുപ്പുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്, പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി തിരഞ്ഞെടുപ്പുകൾ, അതിനുശേഷം ജില്ലാ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ്, പിന്നെ അസംബ്ലിയിലേക്കുണ്ട്, പാർലമെൻറ്റിലേക്കുണ്ട്. ഇതൊന്നും വേണം, നമുക്ക് ആകെ കൂടി ഒറ്റ തിരഞ്ഞെടുപ്പ് മതി, പാർലമെൻറ്റിലേക്ക് മതി എന്ന് തീരുമാനിച്ചാലോ. നമുക്ക് ഒരു രാജ്യത്ത് ഒരു നിയമം മതി, അതല്ലെങ്കിൽ ഒരു സമ്പ്രദായം മതി, ഒരു ഭാഷ മതി, ഒരു വസ്ത്രം മതി, ഒരേ തരം ഭക്ഷണം മതി. ഇങ്ങനത്തെ ഒരു തോട്ട് പ്രോസസ്സ് ചില ഭരണാധികാരികളുടെയെങ്കിലും തലയ്ക്ക് മുകളിൽ കൂടി പോകുന്നുണ്ട്, അവർ തലയ്ക്കകത്തൂടി പോകുന്നുണ്ട്. ഇത് നമ്മുടെ രാജ്യത്ത് അടിച്ചേൽപ്പിക്കാനുള്ള പലതരത്തിലുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. ഇപ്പം ഈ നമ്മുടെ നാട്ടിലെ ഈ വിമാന കമ്പനി, ഈ കുത്തകകൾ വളരുന്നത്, കമ്പനികൾ വളരുന്നതോ തൊഴിലവസരങ്ങൾ ഉണ്ടാക്കുന്നതോ നമുക്ക് കൂടുതൽ സൗകര്യങ്ങൾ തരുന്നതോ നമ്മളെ സംബന്ധിച്ച് നല്ല കാര്യമാണ്. ടെക്നോളജി മുമ്പോട്ട് പോയി കഴിയുമ്പോൾ കൂടുതൽ വ്യവസായികൾ രംഗത്ത് വരികയും അവർ പിന്നെ നമുക്ക് മെച്ചപ്പെട്ട സൗകര്യങ്ങളും സേവനങ്ങളും പിന്നെ ഉൽപ്പന്നങ്ങളും തരികയും ചെയ്യുന്നത് രാജ്യം മുമ്പോട്ട് പോകുന്നൊരു ലക്ഷണമാണ്. പക്ഷേ അതിലൊക്കെ കുത്തകവൽക്കരണം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് സംഭവിക്കുമെന്നുള്ളതാണ് നമ്മളിപ്പം കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരൊറ്റ കമ്പനി പണി മുടക്കിയപ്പോഴത്തേക്കും നമ്മളുടെ മുഴുവൻ വ്യോമ ഗതാഗത രംഗവും താറുമാറാകുന്ന അവസ്ഥയുണ്ട്. ഇപ്പം നമ്മളുടെ നാട്ടിലെ മിക്കവാറും എല്ലാ വിമാനത്താവളങ്ങളും ഒരു കമ്പനിയുടെ കയ്യിലാണ്. വലിയ തുറമുഖങ്ങൾ ഒരൊറ്റ കമ്പനിയുടെ കയ്യിലാണ്. ഈ ഒരു വലിയ കൺസോളിഡേഷൻ നടക്കുന്നത് വലിയ ഗംഭീരമായ കാര്യമാണ് എന്ന് പറഞ്ഞ് ആഘോഷിക്കുന്ന ആളുകളുണ്ട്. പക്ഷെ അത് എത്രത്തോളം നമ്മുടെ രാജ്യത്തെ ഗുണകരമായി ബാധിക്കും എന്നുള്ള കാര്യത്തെക്കുറിച്ച് നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അപ്പം വലിയ കമ്പനികൾ, കുത്തക കമ്പനികൾ, അവരെ സഹായിക്കാനുള്ള സർക്കാർ നയങ്ങൾ, അവർക്ക് വേണ്ടി ഇടപെടുന്ന സർക്കാരുകൾ, അവർക്ക് വേണ്ടി ഇടപെടുന്ന നിയമങ്ങൾ, അവർക്ക് വേണ്ടി ഉണ്ടാക്കുന്ന പോളിസികൾ, നയങ്ങൾ, അതൊക്കെ അടിസ്ഥാനപരമായി ആത്യന്തികമായി നമ്മുടെ നാടിന് ഗുണം ചെയ്യുമോ എന്ന് തിരിച്ച് ചിന്തിക്കാനുള്ള ഒരവസരമാണ് ഈ വിമാന യാത്രാ രംഗത്ത് ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ പ്രശ്നം. നമ്മുടെ നാട് അങ്ങനത്തെ ഒരു നാടല്ല. ഈ കാര്യം അറിയാവുന്നത് കൊണ്ടാണ് ഇത് അങ്ങനെ കുറേ കുത്തകകളെ ഏൽപ്പിച്ചാൽ നമ്മുടെ നാട് വളരെ പെട്ടെന്ന് നന്നാകും എന്നൊരു തോന്നൽ ഇപ്പം നമ്മുടെ നാട്ടിലെ ആളുകൾ പറഞ്ഞു നടക്കുന്നുണ്ട്. എന്തുകൊണ്ട് വലിയ കമ്പനികൾ വരുന്നില്ല? ഇപ്പോൾ കേരളത്തെക്കുറിച്ച് പറയുന്ന ഏറ്റവും വലിയ ആക്ഷേപം എന്നുള്ളത് വലിയ മാനുഫാക്ചറിങ് കമ്പനികൾ കേരളത്തിലേക്ക് വരുന്നില്ല എന്നുള്ളതാണ്. കേരളത്തിൽ അത് പറ്റില്ല എന്നുള്ളതാണ്. ഇപ്പോൾ തമിഴ്നാട്ടിൽ വലിയ മാനുഫാക്ചറിങ് കമ്പനികൾ വരും. അവർക്ക് ഇഷ്ടംപോലെ സ്ഥലമുണ്ട്, അവർക്ക് വെള്ളത്തിന് ചെറിയ ക്ഷാമമുണ്ടെന്നുള്ള സ്ഥലം ആയിരക്കണക്കിന് 10,000-കണക്കിന് ഏക്കർ തമിഴ്നാട് കൂടി യാത്ര ചെയ്തിട്ടുണ്ടെന്ന് നിങ്ങൾക്കറിയാം. തമിഴ്നാട്ടിലും കർണാടകത്തിലും ആന്ധ്രാപ്രദേശിലും ഒക്കെയും ഇങ്ങനെ വാസ്റ്റ് എക്സ്പാൻസ്, ഇങ്ങനെ പരന്ന ഭൂമി വെറുതെ കിടക്കുന്നതായിട്ട് നമുക്ക് കാണാം. അപ്പം കേരളത്തിൽ നമുക്ക് ഒരിടത്തും അങ്ങനെ ഒരു ഭൂമി 10 ഏക്കർ അടുപ്പിച്ച് വെറുതെ കിടക്കുന്നത് നമുക്ക് കാണാൻ വളരെ ബുദ്ധിമുട്ടാണ്. അപ്പം തമിഴ്നാട്ടിൽ വലിയ ഇൻഡസ്ട്രികൾ വരും, നമുക്കത് പറ്റില്ല. അപ്പം നമുക്ക് വ്യവസായ വികസനം വേണം, നമുക്ക് തൊഴിൽ വേണം. അപ്പം നമുക്ക് പറ്റിയ ചിലപ്പോൾ ചെറിയ കമ്പനികളായിരിക്കും വരുന്നത്, ചില പ്രത്യേക സെഗ്മെൻ്റ് ആയിരിക്കും നമുക്ക് പറ്റുന്നത്. തമിഴ്നാട്ടിന് പറ്റിയത് അവർക്ക് പറ്റും. അങ്ങനെ അത് കാണാവൂ എന്ന് നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. ഒരു സൈസ് കൊണ്ട് എല്ലാവർക്കും നടക്കാൻ പറ്റില്ല. അതുകൊണ്ട് ചെറിയ ചെറിയ സംരംഭങ്ങൾ ഉണ്ടാകേണ്ടതുണ്ട്. അവർ തമ്മിൽ ആരോഗ്യകരമായിട്ട് മത്സരിക്കേണ്ടതുണ്ട്. സർക്കാർ ഓരോ കമ്പനിയെയും വിശദമായ പോളിസികൾ ഉണ്ടാക്കുക, സർക്കാർ എല്ലാവരെയും പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളതായിരിക്കണം നമ്മുടെ നയം എന്നുള്ളത് നമ്മളുടെ അടിസ്ഥാനപരമായിട്ടുള്ള ചിന്തയുടെ ഭാഗമായിട്ട് മാറണം. ഇപ്പം പൊതുവെ ആദ്യകാല കോൺഗ്രസ് സർക്കാരുകളെക്കുറിച്ചുള്ള വലിയ വിമർശനം എന്നുള്ളത് നമ്മൾ വലിയ വ്യാവസായിക മുന്നേറ്റത്തിന് സമ്മതിച്ചിരുന്നില്ല. ഇപ്പോൾ ലൈസൻസ് പെർമിറ്റ് രാജ്യം എന്ന് പറയും. അതിൻ്റെ അകത്ത് നമ്മൾ എതിർക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട്. പക്ഷെ അതിൽ പോലും ഒരു ലോജിക്കുണ്ട്. അതുപോലെ തന്നെ മോണോപ്പൊളീസ് ആൻഡ് റെസ്ട്രിക്റ്റീവ് പ്രാക്ടീസസ് ആക്ട് എന്ന് പറഞ്ഞിട്ട് കുത്തകകൾ ഒരു രംഗം കൈയടക്കുന്നതിനെതിരെയുള്ള നിയമങ്ങൾ നമ്മുടെ രാജ്യത്തുണ്ടായിരുന്നു. പക്ഷേ അത് ലിബറലൈസേഷൻ വന്നു കഴിഞ്ഞപ്പോൾ അത് മുഴുവൻ നമ്മൾ മാറ്റിക്കളഞ്ഞു. ഇപ്പം നമ്മൾ ഓർക്കുന്നുണ്ട്, പണ്ട് മൈക്രോസോഫ്റ്റിനെയും ഗൂഗിളിനെയും പോലും വിഭജിക്കണം എന്ന് അമേരിക്കയിലെ ഫെഡറൽ കോടതികൾ പിന്നെ ഉത്തരവുണ്ടാക്കേണ്ട. കാരണം ഇതിൻ്റെ കാര്യം ഒരു രാജ്യത്തിൻ്റെ മുഴുവൻ ഏതെങ്കിലും ഒരു ഏരിയ 1-2 കുത്തക കമ്പനികൾക്ക് മാത്രമായി അവരുടെ നിയന്ത്രണത്തിലേക്ക് വിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അവർ എന്തെങ്കിലും തീരുമാനിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് ഈ രാജ്യം നിശ്ചലമാകും. ഇന്ന് ഇപ്പോൾ ഞാൻ കണ്ടത്, നമ്മുടെ വ്യോമ ഗതാഗത മന്ത്രി പറഞ്ഞത്, നവംബർ 1 ഈ മാനദണ്ഡങ്ങൾ അവർ നടപ്പാക്കാൻ തുടങ്ങി.
ഡിസംബർ ആയപ്പോഴാണ് അവർ തന്നെ തീരുമാനിക്കുന്നത് പിന്നെ ഫ്ലൈറ്റുകൾ സർവീസുകൾ റദ്ദാക്കണമെന്നുള്ളത്. ഇത് അപകടകരമായ ഒരു കാര്യമാണ്. നിയമം പാലിക്കാൻ പറ്റില്ല, അതുകൊണ്ട് ഞങ്ങളിവിടെ നിർത്തുകയാണ് എന്ന് പറയുന്നത്. ഇപ്പോൾ സർക്കാർ അവർക്ക് ഫെബ്രുവരി വരെ അതിനുള്ള സമയം നീട്ടിക്കൊടുത്തിരിക്കുകയാണ്. അതായത് ഈ വിമാനം സുരക്ഷിതമായി ഓടിക്കാൻ വേണ്ടിയിട്ടുള്ള മാനദണ്ഡങ്ങൾ സർക്കാർ അടുത്ത ഫെബ്രുവരി വരെ അയച്ചു കൊടുത്തിരിക്കുകയാണ്. അപ്പം നമ്മുടെ നാട്ടിൽ നമ്മൾ കണ്ടിട്ടുണ്ട്, തൊഴിലാളികൾ സമരം ചെയ്യാറുണ്ട് അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട്. അതിനെതിരെ വലിയ പ്രക്ഷോഭം നമ്മുടെ നാട്ടിൽ നടക്കാറുണ്ട്. എന്തിനാണ് സമരം ചെയ്തെല്ലാം നശിപ്പിക്കുന്നു, സമരം ചെയ്തെല്ലാം ഇല്ലാണ്ടാക്കുന്നു, സമരം ചെയ്ത് രാജ്യത്തെ സ്തംഭിപ്പിക്കുന്നു, സമരം ചെയ്ത് സർക്കാർ നാടിനെ കുട്ടിച്ചോറാക്കുന്നു എന്നുള്ള വലിയ ആക്ഷേപങ്ങൾ തൊഴിലാളികൾ നേരിടാറുണ്ട്. പക്ഷേ നമ്മളെന്താ ഇപ്പോൾ കണ്ടത് എന്താണ്? ഒരൊറ്റ കുത്തക കമ്പനി, അവർക്ക് സർക്കാർ ഉണ്ടാക്കിയ പോളിസി മാനദണ്ഡം പാലിക്കാൻ പറ്റില്ലാത്തതുകൊണ്ട് അവർ സമരം ചെയ്യുകയാണ്. അവരവരുടെ ഷെഡ്യൂളുകൾ റദ്ദാക്കുന്നു, അവരുടെ സർവീസുകൾ റദ്ദാക്കുന്നു, രാജ്യത്തെ മുഴുവൻ സ്തംഭിപ്പിക്കുന്നു. നമ്മളത് ആ പ്രശ്ന ലെവലിൽ നമ്മൾ ആരെങ്കിലും ബഹളം ഉണ്ടാക്കിയിട്ട് കേട്ടിട്ടുണ്ടോ? കേരളത്തിൽ ആരെങ്കിലും അന്തിച്ചർച്ച നടത്തിയോ? ഇത് മുതലാളിമാർ നടത്തുന്ന സമരമാണ്, ഇത് നാടിനെ ബുദ്ധിമുട്ടിലേക്കാക്കുന്നു എന്നുള്ളത്. അപ്പം നമ്മൾ കാണേണ്ടത് എന്ന് എനിക്ക് തോന്നുന്ന കാര്യം, നമ്മുടെ നാടിൻ്റെ പ്രത്യേകത എന്നുള്ളത് നമ്മൾ അത്രയധികം വൈവിധ്യങ്ങൾ ഉള്ള നാടാണ്. ചെറുത് ഭംഗിയുള്ള നാട് കൂടിയാണ്. വലുത് വേണം, ഇന്ത്യ വലിയ രാജ്യമാണ്. അതുകൊണ്ട് നമുക്ക് വലിയ ബാങ്ക് വേണം, വലിയ എയർലൈൻ കമ്പനികൾ വേണം, അതൊക്കെ വേണം. പക്ഷേ ചെറുതും വേണം. നമ്മുടെ ചെറുകിട കമ്പനികൾ വേണം. അവരെ സർക്കാർ പ്രോത്സാഹിപ്പിക്കണം. പ്രശ്നം എന്താണെന്ന് വെച്ചാൽ പലപ്പോഴും ചെറുകിട കമ്പനികൾ വന്നു കഴിയുമ്പോൾ അവർക്ക് മത്സരത്തിൽ പിടിച്ചു നിൽക്കാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അവരെ മത്സരിക്കാൻ വേണ്ടി അവരെ സഹായിക്കാനുള്ള സംവിധാനം നമുക്ക് വേണം. അതുപോലെ തന്നെ പൊതുമേഖല നമുക്കവിടെ ഉണ്ടാക്കണം. ഇപ്പം നമുക്കറിയാം, ഇന്ത്യയുടെ പൊതുമേഖല എയർലൈൻ കമ്പനിയായിരുന്നു എയർ ഇന്ത്യയും ഇന്ത്യൻ എയർലൈൻസും. ഇത് രണ്ടും നമ്മൾ സ്വകാര്യവൽക്കരിച്ചു. ഇപ്പം സർക്കാരിന് ഇടപെടണമെങ്കിൽ കൂടി വല്ലാത്തൊരവസ്ഥയുണ്ട്. അപ്പം നമ്മളെല്ലാവരും ഉപയോഗിക്കുന്ന ടെലിഫോണിൽ നമുക്കറിയാം BSNLൻ്റെ അവസ്ഥ എന്താണെന്ന്. BSNLൻ്റെ കണക്ഷനൊക്കെ ടെക്നോളജിക്കലി ഏറ്റവും ദയനീയമായ അവസ്ഥയിലാണ്. 1-2 കമ്പനികളുടെ കുത്തക കമ്പനികളുടെ കയ്യിലാണ് മുഴുവൻ ടെലിഫോൺ മേഖലയും. അവർ തീരുമാനിക്കുകയാണ്, ഞങ്ങൾ നാളെ പണിമുടക്കുകയാണെന്ന് തീരുമാനിച്ചാൽ നമ്മുടെ രാജ്യം എവിടെ എത്തി നിൽക്കും? ഇതുപോലെ ഏതെങ്കിലും സർക്കാർ ഒരു മാനദണ്ഡം കൊണ്ടുവരികയും ആവശ്യത്തിന് സമയം കൊടുക്കുകയും ഒക്കെ ചെയ്തിട്ട് അവസാനം ആ മാനദണ്ഡം നടപ്പാക്കണം എന്ന് പറഞ്ഞു കഴിയുമ്പോൾ ഞങ്ങൾക്ക് സൗകര്യമില്ല എന്നവർ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ രാജ്യം അവിടെ ചെന്ന് നിൽക്കും. അപ്പോൾ അതിൻ്റെ പുറകിൽ ഒരു പോളിസിയുണ്ട്. ആ പോളിസി എന്നുള്ളത് വലിയ കുത്തകകളെ പ്രൊമോട്ട് ചെയ്യുന്ന ഒരു പോളിസിയാണ്. കുത്തകകൾ വേണ്ട എന്നുള്ളതല്ല, വലിയ കമ്പനികൾ വേണ്ട എന്നുള്ളതല്ല, പക്ഷേ കുത്തകകൾ വേണോ എന്നുള്ള കാര്യം നമ്മൾ തീരുമാനിക്കണം. അതൊരു രാഷ്ട്രീയ തീരുമാനമാണ്. അത് എൻ്റെ അഭിപ്രായത്തിൽ നമുക്കെല്ലാ തരത്തിലുള്ള ആളുകളും വേണം. പക്ഷേ കുത്തകകൾക്ക് മാത്രമായി സർക്കാർ സംവിധാനം പ്രോത്സാഹനം കൊടുക്കുകയും അവർക്ക് വേണ്ടി നയങ്ങളും നിലപാടുകൾ എടുക്കുകയും ചെയ്യുമ്പോൾ നമ്മുടെ രാജ്യം അപകടത്തിലേക്ക് നീങ്ങും. അത് ശരിയായ ഒരു കാര്യമല്ല. അതുകൊണ്ട് സർക്കാർ ഈ നയം പുനഃപരിശോധിക്കേണ്ടതുണ്ട്. നമ്മൾ പൗരന്മാർ എന്ന നിലയ്ക്ക് സർക്കാർ എടുക്കുന്ന ഈ നയങ്ങളെ വിമർശന ബുദ്ധിയോടുകൂടി കാണണം. നമ്മുടെ രാജ്യത്ത് നടക്കുന്ന വലിയ സംഭവങ്ങളെ നമ്മൾ എന്തുകൊണ്ടത് സംഭവിക്കുന്നു അതിൻ്റെ പിറകിലേക്ക് നമ്മൾ പോകണം. എന്നിട്ട് അത് നമ്മുടെ രാജ്യത്തിന് ദീർഘകാലാടിസ്ഥാനത്തിൽ ഗുണം ചെയ്യുമോ എന്നുള്ളതിനെക്കുറിച്ച് ആലോചിക്കാൻ പൗരന്മാർ എന്ന നിലയ്ക്ക് നമ്മൾ ഓരോരുത്തർക്കും ബാധ്യതയുണ്ട് എന്നുള്ളതാണ്. അതിനുള്ള നമ്മളുടെ ഒക്കെ കണ്ണ് തുറപ്പിക്കുന്ന ഒരു കാര്യമായിട്ട് ഈ വ്യോമഗതാഗത സംവിധാനത്തിലുണ്ടായ ഈ വളരെ പെട്ടെന്നുണ്ടായത് ഈ തകരാറിനെക്കുറിച്ച് നമ്മൾ അന്വേഷിക്കേണ്ടതുണ്ട്. അതിനെക്കുറിച്ചുള്ള വാർത്തകൾ നമ്മുടെ നാട്ടിൽ അവൈലബിളാണ്. അത് എൻ്റെ പ്രേക്ഷകർ എല്ലാവരും അത്തരം വാർത്തകൾ തേടിപ്പിടിക്കണം. അത് കണ്ടുപിടിച്ച് അതിൻ്റെ പിറകിൽ എന്തുകൊണ്ട് ഇത് സംഭവിക്കുന്നു എന്നുള്ള കാര്യത്തെക്കുറിച്ച് മനസ്സിലാക്കണം. പൗരന്മാർ എന്ന നിലയ്ക്ക് നമ്മളാണ് നമ്മുടെ രാജ്യം എങ്ങനെയാണ് കൊണ്ടു നടക്കേണ്ടത് എന്ന് തീരുമാനിക്കേണ്ടത്. അതിന് ആ തീരുമാനം നമ്മൾ അറിവിൻ്റെ വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ, ഡേറ്റയുടെ അടിസ്ഥാനത്തിലാണ് നമ്മൾ തീരുമാനിക്കേണ്ടത്. നമ്മളുടെ തീരുമാനമാണ് ഫൈനലി നയങ്ങളായിട്ട് വരിക. ആ നയങ്ങളെ സ്വാധീനിക്കാൻ നമ്മൾക്ക് ഓരോ പൗരന്മാർക്കും സാധിക്കും. പക്ഷേ നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പം നമ്മൾ ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് അറിയുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. വാർത്തയിൽ നമ്മൾ എല്ലാ പ്രാവശ്യവും കാണുമ്പോൾ ഇത്തരം കാര്യങ്ങൾ മുഴുവൻ ഉണ്ടാവണമെന്നില്ല. അപ്പോൾ അതിൻ്റെ പിറകിലേക്ക് പോകാനും പൗരന്മാർ എന്ന നിലയ്ക്ക്, മെച്ചപ്പെട്ട പൗരന്മാർ എന്ന നിലയ്ക്ക്, മെച്ചപ്പെട്ട അറിവുള്ള പൗരന്മാർ എന്ന നിലയ്ക്ക് നമ്മുടെ രാജ്യത്തിൻ്റെ ജനാധിപത്യ സംവിധാനത്തിൽ പങ്കെടുക്കാനും നമുക്ക് പറ്റേണ്ടതുണ്ട്. അത്തരം ഒരു തിരിച്ചറിവിലേക്ക് നയിക്കാൻ ഇപ്പോഴത്തെ വ്യോമഗതാഗത സംവിധാനത്തിലുണ്ടായ അതൊരു തകരാറ് തന്നെയാണ്. നമ്മുടെ രാജ്യത്തിൽ ഒത്തിരി മനുഷ്യർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കി. പക്ഷേ നമ്മളുടെ ചിന്തയെ അത് സ്വാധീനിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് എനിക്കിപ്പോൾ ഈ വിഷയത്തിൽ പറയാനുള്ളത്.